തോമസ്, ഞാൻ പത്രോസാണ്. യേശു നമ്മുടെ ഗുരുനാഥൻ ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണ്. വിശ്വസിച്ചു. നിനക്ക് ഞങ്ങൾ വിശ്വാസമില്ല. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഗുരുവിനെ കണ്ടതാണ്. ഞങ്ങളോടൊപ്പം ഭക്ഷണവും അവിടുന്ന് കഴിച്ചു. യേശുവിന്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവിടുന്ന് പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. യേശുവേ, തോമസ്, ഗുരുവേ, തോമസ്, ഇവിടെ വരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിലേക്ക് വരിക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമസ്, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. എല്ലാം എന്റെ നാക്കുപിഴയാണ്. എന്റെ നാക്കുപിഴ. ആ നിമിഷത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. യേശുവേ, ഗുരുവേ, നാഥ, അങ്ങ് എന്റെ ദൈവമാണ്, ജീവനാണ്, ഇനിയുള്ള എന്റെ ജീവിതമാണ്. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ നയിച്ചാൽ. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് പേർഷ്യ, മെസപ്പോമിയ, പാർദിയ, ബാക്ടിയ, ജർമാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്ത് മാനസാന്തരം വന്നവരെ മാമോദിസ മുക്കി ക്രിസ്തീയ മാർഗത്തിലേക്ക് ആനയിച്ചു. പിന്നീട് അദ്ദേഹം പൗരസ്ത്യ ദേശമായ ഭാരതത്തിലേക്ക് പുറപ്പെട്ടു. AD 52 കേരളത്തിൽ എത്തിച്ചേർന്നു. അതിലെ വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ എന്താ ഈ കാട്ടണേ? തമ്പുരാക്കന്മാർ ഏത് വഴി കൂടി വരാന്നറിയോ നിങ്ങൾക്ക്? മതി പാട്ടും കൂത്തും ഒക്കെ നിർത്തിയിട്ട് വേഗം വരിക. ഞങ്ങൾക്ക് ഇവിടെ കളിച്ചണ്ട, അമ്മ പോയിക്കോ, ഞങ്ങൾ കുറച്ചു നേരം കളിച്ചിട്ട് വരാം. എന്റെ കുട്ടിയെ പറയുന്നത് കേൾക്ക. തമ്പുരാക്കന്മാര് കണ്ട നിങ്ങൾക്കല്ല കുഴപ്പം. അപ്പനെ എന്നെയും ഊരോലേക്ക് വെക്കും. ചിലപ്പോ അടിയും കിട്ടും. അവരൊക്കെ വലിയ ആൾക്കാരാ, നമ്മളൊക്കെ താണ ജാതിയാ. ഈ താണ ജാതി എന്ന് വെച്ചാൽ എന്താ? ഇല്ലത്തെ കുട്ടി നമ്മളെ ഏതാണ്ടൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, ഓനൊരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ വലുതാവുമ്പോ മനസ്സിലാവും. ഇപ്പൊ മുതിർന്നവര് പറയുന്നത് കേൾക്ക. വരിക. ഇല്ല, ഞങ്ങളെ വരില്ല. എന്റെ ദേവി, എന്തേ കുട്ടിയോട് പറയണേ? ഇനിയിപ്പോ ഈ വഴി ആരെങ്കിലും വരുന്നുണ്ടാവോ? വരി എന്റെ കുട്ടിയോടെ. ദേ കൊച്ചമ്പ്രാള് വന്നിരിക്കുന്നു. കൊച്ചമ്പ്ര, ക്ഷമിക്കണം. കുഞ്ഞി, ഒന്ന് നിക്ക. എന്നെ കണ്ടിട്ട് പോകണ്ടെന്ന് വെച്ചാൽ പോണ്ട, ഞാൻ പോയേക്കാം. വേണ്ട കൊച്ചമ്പ്ര, ഞങ്ങള് പോയേക്കാം. ഇങ്ങനെ വെച്ച് വല്ലവര് കണ്ടാലും ഞങ്ങൾക്ക് ആവശ്യിച്ച. വരി എന്റെ കുട്ടിയോളെ. കൊച്ചമ്പ്രാണ് പൊക്കോ, ഞങ്ങൾക്ക് ഇനിയും കളിക്കണം. മിണ്ടാണ്ടിരുന്നോ, നല്ല അടിയും കിട്ടും. എനിക്കും കളിക്കണം നിങ്ങളോട് കൂടെ. എന്നെയും കൂട്ടോ. ഈ പഠിത്തം എഴുത്തും ഒക്കെ മടുത്തു. നിങ്ങൾക്കൊപ്പം എനിക്കും കളിക്കണം. ഉണ്ണി, ഉണ്ണി, ബലരുദ്ര, ഞാൻ എന്തേ കാണണേ? ഉണ്ണി, ഇവിടേക്കൊന്നും വരാൻ പാടില്ല. ഉണ്ണിക്ക് അറിയില്ലെന്നുണ്ടോ? ഒക്കെ അറിയാം. എന്താ സ്ഥലം വേണ്ടിയില്ല, എനിക്കും കളിക്കണം.
കളിച്ചോ, അത് ഇല്ലത്തൊന്നും പുറത്തു വേണ്ട. വാ, കുഞ്ഞിക്ക് അറിയില്ലേ കാര്യങ്ങള്? ഇല്ലത്തെ ആരെങ്കിലും കണ്ടാച്ചാ എന്താ ഉണ്ടാവുന്ന അറിയോ? തമ്പുരാട്ടി, കുട്ടികൾ അറിയാണ്ട് ഇവിടെ കളിച്ചത് ഇനി ഉണ്ടാവില്ല. തമ്പുരാട്ടി, ദയവായി തമ്പുരാക്കന്മാരോട് പറയരുത്, ഇനി ഉണ്ടാവില്ല. ഞാൻ പറയില്ല, കുഞ്ഞി പോയിക്കോളൂ. തമ്പ്രാക്കന്മാരെ ഇഷ്ടം കൂടാൻ കുറെ എണ്ണം നടക്കുന്നുണ്ട്. അവർ കാണേക്കാൾ മുമ്പ് പോയിക്കോളൂ. തമ്പുരാട്ടി പറഞ്ഞത് കേട്ടില്ലേ? പോയിക്കോളുന്നു. കുഞ്ഞി, തമ്പുരാട്ടി, കുഞ്ഞി, ഒരു കണക്കിന് നീ ഭാഗ്യവതിയാണ്. നിന്റെ കുട്ടിയോട് നിന്റെ കെട്ടിയോട് ഇത്രയ്ക്കായാലും പുറത്തു പോയി പലതും കാണാം, കേൾക്കാം. ഓക്കെ, കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലായാലും എൻ്റെ വീട്ടിൽ തന്നെ നിന്നാലും കണക്കാം. പുറത്തിറങ്ങാൻ പാടില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. തമ്പുരാട്ടി, തമ്പുരാട്ടി എന്നുള്ള വിളി കേൾക്കുമ്പോ ഇത്ര രസമൊന്നുമില്ല, ഒക്കെ വെറുതെ. സ്നേഹത്തോടെ കൗസല്യ എന്നുള്ള വിളി കേട്ടിട്ട് നാളെ എത്രയായി? ദാ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. കുഞ്ഞു പോയിക്കോളൂ. ഉണ്ണിയെ വരിക. തിരുമേനി, ഒന്ന് വേഗം നടക്കാം. പൊന്നാണ് ബ്ര, എന്റെ കൂടെ കെട്ടിയോണ്ടുണ്ട് ബ്ര. നീ എത്ര എത്തി? ഞാൻ വിളിച്ചു, ഇത് കേട്ടില്ലേ നീ? ഇത്രയുടെ എത്തിയപ്പോ കേട്ടും ബ്ര. കഷ്ടായല്ലോ, അതുങ്ങളോട് തിരിച്ചു പോവാൻ പറ. വലിയ ബുദ്ധിമുട്ടാവും ബ്ര, ഓരോരുത്തരും തലച്ചോടുണ്ട്. അവറ്റങ്ങൾ തൊട്ടടുത്തുണ്ട്, തനിക്ക് നോവ് വച്ചിട്ടുണ്ട്. പൊന്നി, നീ ഒക്കെ തിരിച്ചു പോവാ. തിരുമേനിനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഇമ്രാളെ കഴിവുണ്ടാവണം. കുറച്ച് വെറും ചലിക്കാ തലയിൽ അത്രയും പേർക്ക് ഇരിക്കുക എന്നാച്ചാല് വലിയ കഷ്ടമാണ്. പറ്റില്ലാന്ന് പറ. ഞങ്ങള് ഈ കുഴിയിൽ ഇറങ്ങിയിരുന്നോളാം. ഇമ്രാ പോകുന്നവരെ പുല്ലേല് ഒളിച്ചിരുന്നോളാം. അങ്ങനെ വെച്ചാലും മതി. നടക്കല്ല തിരുമേനി. തനിക്ക് നോവ് വച്ചിട്ടുണ്ട്. വരൂ, എന്റെ കൂടെ വരൂ. വേണ്ട ബ്ര, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഭുവനേശ്വരി തിരുമേനി ഈ വഴി പോണ്. എന്താ തിരുമേനിയും ഈ വഴി പോട്ടെ? നിങ്ങൾ കയറുന്നത് ചേറും ചെളിയുമുള്ള കുഴിയിലേക്കാണോ നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്? ചതിച്ചോ? എന്താ ഇത്? നാട്ടാകാരെ അറിയില്ലൊന്നുണ്ടോ? രാമ, നാമത് പൊറുക്കില്ല. ഞങ്ങള് കുഴിയിലേക്ക് ഇറങ്ങിയിരുന്നതാ. ഈ ഇമ്രയാണ് ഞങ്ങൾ വെച്ചുകൊണ്ടിട്ട് വന്നത്. മാപ്പാക്കണം. രണ്ടിനോട് പൊറുക്കില്ല. രാമ, ഏതാ ഇതിക്കാരി? ഇത് ഞാൻ തോമ. ദേശാന്തരങ്ങൾ അലഞ്ഞുള്ള തീർത്ഥാടനത്തിലാണ്. ഒപ്പം എന്റെ ഗുരുവിന്റെ സുവിശേഷങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. തിരുമേനി, ഇവനവൻ തന്നെ. തിരുമേനി കേട്ടിട്ടില്ലേ? ചില ചപ്പടി പെട്ടികളുമായി വന്നിട്ടുണ്ടെന്ന്. ആർക്കിട്ടാ ആളിച്ചിരി കുഴപ്പക്കാരനാ. ഓ, എന്നാ അതൊന്ന് കാണട്ടെ. ഈ മന്ത്രതന്ത്ര വിദ്യകളിൽ മോശക്കാരനൊന്നുമല്ല ഈ നോമും. തന്ത്രങ്ങളും മന്ത്രങ്ങളും എനിക്കറിയില്ല. എല്ലാം എന്റെ ഗുരുവും ദൈവവുമായ യേശുനാഥന്റെ നാമത്തിൽ നടക്കുന്നതാണ്. അവിടുന്ന് വചനപ്രഘോഷത്തിനാണ് ഞാൻ വന്നത്. സാധ്യല്ല. കോടിക്കണക്കിന് ദൈവങ്ങളുള്ള നാടാ ഇത്. ഈനിടെ ഇങ്ങനെ ഒരെണ്ണം കൂടി വേണ്ട. മനസ്സിലായോ? പോയിക്കോടനെ. അതിനു മുന്നേ നാട്ടുനടപ്പ് തെറ്റിച്ച ഇവറ്റകൾക്ക് ഒരു ശിക്ഷ കൊടുക്കണം. ഞങ്ങൾക്കൊന്നും അറിയില്ലേ. ഈ ഇമ്രാനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്. ഞങ്ങളൊന്നും ചെയ്യില്ല ബ്ര, മാപ്പാക്കണം. തിരുമേനി,
പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കാനുള്ളതല്ലേ. മാടിനും കുറുനരിക്കുമുള്ള സ്വാതന്ത്ര്യം പോലും ഇവർക്കില്ലെന്നുണ്ടോ? അത് എന്ത് സമ്പ്രദായം, എന്ത് ആചാരം? വിധി അന്യദേശക്കാരൻ വന്ന് ഇവിടുത്തെ കീഴ്വഴക്കങ്ങളെ ചോദ്യം ചെയ്യേ. തിരുമേനിയോട് തർക്കിക്കാൻ നിൽക്കണ്ട. രാമ, അയിന്ന് വടിയെടുത്ത് 10 ദേഹത്തെണ്ണ അങ്ങോട്ട് കൊടുക്കുക. യുദ്ധങ്ങൾക്ക് ഇയാൾക്കുള്ളത് പിന്നെ ഇല്ലട്ടെ. ആഹാ, ഇമ്രാൻ, അരുത് ഇമ്രാൻ, മാപ്പാകണം. ഇമ്രാൻ വേഗം തന്നെ ഇത് പറയും ഇമ്രാൻ, മാപ്പാകണം ഇമ്രാൻ. രാമ പറയുന്നത് കേട്ടില്ലെന്നുള്ളൂ. രാമ, തനിക്കെന്താ തല്ലാൻ ഇത്ര മാത്രം? രാമ, തിരുമേനി എന്റെ കൈ താഴ്ന്നില്ല. ആള് പിടിച്ചു നിർത്തിയ പോലെ. ഹൈ വാഷാൻ, ഈ കോച്ചുവാളുടെ മണ്ഡപത്തെയാണല്ലോ മോൻ കൂടെ കൂട്ടിയത്. കോച്ചുവാദം നല്ല തിരുമേനി. ആ പരദേശി മുകളിലോട്ട് നോക്കി നിൽക്കണ കണ്ടില്ലേ? അത് ശരി, അങ്ങനെ ആച്ചാ എന്റെ കയ്യിലുണ്ട് ചില സൂത്രങ്ങള്. തിരുമേനി ഒന്ന് വേഗം എന്റെ കൈ കളയ്ക്കുന്നു തിരുമേനി. നോമും പെട്ടിരിക്കാണോ ഒരമ്മ? നോന്റെ മന്ത്രം അങ്ങനെ ഏറ്റില്ലാന്ന് തോന്നുന്നു. എന്റെ കൈയും കാലും അങ്ങനെ പേരുന്നില്ല. ചതിച്ചല്ലോ തിരുമേനി. ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോളൂ. ഹേമിൽ പോണില്ല. നാട്ടുകാരറിഞ്ഞാൽ വേഗം ശിക്ഷ കൂടും. നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. കുറ്റബോധം തോന്നിയാൽ നേരെയാവും. നോ ഉറ്റേറ്റ് പറയേ, നടക്കില്ല. നമ്മോടുള്ള നിന്റെ കളി തീക്കളിയാ. ഓർത്തോ? എന്റെ പൊന്ന് തോമ, തിരുമേനിക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. എന്റെ കയ്യിപ്പ് പൊട്ടി വീഴും. പൊന്നി, രാമന്റെ കൈയൊന്ന് താങ്ങി പിടിക്കും. കോര, തിരുമേനിയെ ആ ചകിരിപ്പുറത്തിരുത്തും. തൊടേ, ആ സ്ത്രീകരങ്ങള് പറ്റില്ല, പറ്റില്ല. തന്റെ മന്ത്രം കൊണ്ട് തന്നെ ഞങ്ങളെ കെട്ടഴിച്ചാ മതി. തിരുമേനി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ലെന്ന്. ഒരൊറ്റ മന്ത്രമേ എനിക്കറിയൂ. എന്റെ ഗുരു പഠിപ്പിച്ച സ്നേഹമന്ത്രം. പൊന്നി, രാമനെ ഒന്ന് സഹായിക്കും. തിരുമേനി പൊങ്ങി തൊട്ടപ്പോ എന്റെ ബന്ധങ്ങളെല്ലാം കഴിഞ്ഞു. എങ്കിൽ നീ തന്നെ എന്നെ തൊട്ടാ മതി. എന്നെ ഒന്ന് പിടിക്കുക. തിരുമേനി എക്കൊണ്ട് പറ്റുന്നില്ല. തിരുമേനി ദേഹം മണ്ണിലേക്ക് ആണ്ടുപോയ പോലെ കുറച്ചിരിക്കണു. കോലം തന്നെ തൊട്ടോട്ടെ, നാളെ ശരിയാവൂ തിരുമേനി. ഹൈ, ആ കഴിപ്പാവൂലോ. ഇപ്പൊ എന്താ ചെയ്യുക? എന്തായാലും ഒരു പ്രാവശ്യം തൊട്ടോട്ടെ. അങ്ങനെ പറ്റില്ല തിരുമേനി. വിശ്വസിക്കണം. സ്നേഹമാണ് ദൈവമെന്ന്. വിശ്വസിച്ചിരിക്കണോ? എന്തെന്ന്? ദൈവം സ്നേഹമാണെന്ന്. കോര, തിരുമേനിയെ പിടിച്ചിരുത്തു. ദേഹം മുഴുവൻ വല്ലാത്തൊരു പുകച്ചിലും നീറ്റലും. നീറ്റിലും പോച്ചലും കുറച്ച് ദിവസം കൂടി ഉണ്ടാകും. മനസ്സിലുള്ള കെട്ടഴിഞ്ഞു പോകണം. ഒക്കെ ശരിയാണ്. നീചജന്മങ്ങൾ എന്ന് പറയുന്ന ഇവരുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഫലമാണ് നിങ്ങൾ 3 നേരവും ഭക്ഷിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്കില്ലാത്ത ഐക്യം എങ്ങനെയാണ് ഇവരെ കാണുമ്പോൾ ഉണ്ടാകുന്നത്? ഏത് വേദസംഹിതയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ജാതി വേർതിരിവ് നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. ഭാരത വേദാന്തത്തിൽ അതില്ല. സൃഷ്ടിക്കുകയും സ്ഥിതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നവൻ സംഹരിക്കുന്നത് എങ്ങനെ? അത് ദൈവിക ചിന്തയേ അല്ല. സർവത്തിൻ്റെയും നാഥൻ പിതാവും സദ്ഭാവനയും സദ്മാർഗവും രക്ഷയും തരുന്നവൻ പുത്രൻ. ആത്മാവിനെ പ്രചോദിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതോ പരിശുദ്ധാത്മാവ്. അതൊരു വീണ്ടെടുക്കലാണ്, നശിപ്പിക്കലല്ല. പ്രപഞ്ച വിസ്തൃതിയോളം സ്നേഹമുള്ള എൻ്റെ കർത്താവ്, ഈ എൻ്റെ ഗുരു, എൻ്റെ യേശുനാഥൻ പഠിപ്പിച്ചത് ഇതാണ്. അവിടുന്ന് വിശ്വസിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ.